നമസ്കാരം. വിവാഹ പൊരുത്തത്തിൽ രാശി പൊരുത്തം ഇല്ലാതെ വന്നാൽ പല പൊരുത്തങ്ങളുണ്ട്. 7 പൊരുത്തം, 10 പൊരുത്തം, 8 പൊരുത്തമൊക്കെ കിട്ടാൻ എല്ലാവരും നോക്കിയിരിക്കാറുണ്ട്. എങ്കിലും കഴിഞ്ഞു പോയവർക്കും ഏതെങ്കിലും തരത്തിൽ വിവാഹ ജീവിതത്തിൽ ദുരന്താനുഭവങ്ങളുണ്ടെങ്കിൽ രാശി പൊരുത്തം ഇല്ല എന്ന് വിചാരിക്കുക. രാശി പൊരുത്തമില്ലെങ്കിൽ നമ്മൾ എന്ത് പരിഹാരം ചെയ്താലാണ് താൽക്കാലികമായിട്ട് നമുക്ക് ജീവിതത്തിലൊരു ശാന്തി സമാധാനവും കുടുംബത്തിൽ കിട്ടുക എന്ന് നോക്കാം. ചെമ്പ് അല്ലെങ്കിൽ സ്വർണം, ചെറിയ തോതിലാണെങ്കിലും ചെമ്പ്, സ്വർണം ഇവയൊക്കെ ദാനം ചെയ്യുക. ബ്രാഹ്മണന്മാർക്ക് ഭോജനം, അതായത് ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ കൊടുത്ത ബ്രാഹ്മണരൊന്നും കഴിക്കില്ലായിരിക്കും, എങ്കിൽ പോലും ബ്രാഹ്മണർക്ക് ഭോജനം കൊടുക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക. വസ്ത്രദാനം ചെയ്യുക. 2 പശുക്കളെ, 2 ചെറിയ കുഞ്ഞു പശുക്കളെയൊക്കെ മേടിച്ചിട്ട് അവയെ ദാനം ചെയ്യുക. വെള്ളി, ഓട് ഇവയൊക്കെ മേടിച്ചിട്ട് ദാനം ചെയ്യാം. ബ്രാഹ്മണർക്കാണ് ഇതൊക്കെ സാധാരണയായിട്ട് കൊടുക്കാറ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അമ്പലങ്ങളിലേക്ക് മേടിച്ചിട്ട് വെള്ളി, ഓട് ഇതൊക്കെ മേടിച്ചിട്ട് വെള്ളി വിളക്കോ ഓട് വിളക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെമ്പിൻ്റെ വിളക്കോ അങ്ങനെ എന്തെങ്കിലും ചെമ്പ് പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദാനം ചെയ്യാനായിട്ട് ഈ രാശി പൊരുത്തം ഇല്ലെങ്കിൽ സാധിക്കും. അതുപോലെ തന്നെയാണ് വളരെ ദോഷമുള്ളൊരു സംഗതിയാണ് രജ്ജുദോഷം എന്ന് പറയുന്നത്. രജ്ജുദോഷമുള്ള 2 ജാതകക്കാരാണ് രജ്ജുദോഷം വന്നു എന്ന് വിചാരിക്കുക. ജാതക പൊരുത്തം നോക്കി എല്ലാ തരത്തിലും വിവാഹയോഗമുണ്ട്, രജ്ജുദോഷമുണ്ട് ജാതകത്തിലെന്ന് വിചാരിക്കുക. അത് സംഭവിച്ചു പോയി എങ്കിൽ നമ്മൾ രജ്ജുദോഷമുള്ളവർക്ക് പശുവോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ വിവാഹത്തിന് മുമ്പോ അല്ലെങ്കിൽ വിവാഹശേഷമോ അത് കൊടുക്കുന്നത്, ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പശു എന്ന് പറഞ്ഞാൽ വലിയൊരു പശുവിനെ 1 ലക്ഷം രൂപ കൊടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് ദാനം കൊടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ സ്വർണ്ണവരാഹി ഉണ്ടാക്കിയിട്ട് നമുക്ക് ശ്രീ സൂക്തം ജപിച്ച് ലക്ഷ്മി നാരായണ പൂജ കഴിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ രജ്ജുദോഷം വന്നാലൊക്കെ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ രാശി പൊരുത്തത്തിനും രജ്ജുദോഷത്തിനും ഒക്കെ പരിഹാരമാകുന്നതാണ്.